ബഹുമാനപ്പെട്ട ശീലമാഷുകൾ അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് ഉപഹാരം സ്വീകരിക്കണമെന്ന് സാദരപ്പെടുത്തുന്നു. മർത്തകളി ആരംഭിക്കുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് മർത്തകളി അവതരിപ്പിക്കാൻ ഇവിടെ എത്തിച്ചു വന്ന പാണപ്പുഴ പത്മനാഭമണിക്ക് കൊയവളി ആരംഭിക്കാൻ പോവുകയാണ്. അതോടൊപ്പം ഇവിടെ എത്തിച്ച വിജ്ഞാനപ്രദമായ ഒരു കലാപൂരമാണ് മറുത്തുകളി എന്നുള്ളത്. രാവിലെ മുതൽ രാവിലെ വരെ എന്നുള്ള ഒരു പഴയ ചിട്ടയുണ്ടതിന്. രാവിലെ തുടങ്ങി പിറ്റേന്ന് രാവിലെ അവസാനിക്കുക എന്നുള്ളതാണ്. ഒരുപാട് പ്രകരണങ്ങളും ആ കളിക്കുണ്ട്. പക്ഷെ ഇവിടെ ഈ പ്രദർശന കളി ഒരുക്കുമ്പോൾ അത്രയും നേരം നമുക്ക് ലഭ്യമല്ല എന്നുള്ളതുകൊണ്ട് മീനമാസത്തിലെ മറുത്തുകളിയുടെ ഒരു പരിച്ഛേദം മാത്രമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. 1 മണിക്കൂറോ 1.5 മണിക്കൂറോ മാത്രമുള്ള ഒരു കളിരൂപമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. മറുത്തുകളിയിലെ നിരവധി പ്രകടനങ്ങളിൽ നേരത്തെ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അഭിവാദനം, താമ്പൂലം, രംഗപ്രവേശം, ദീപവന്ദനം, ഇഷ്ടദേവതാ വന്ദനം തുടങ്ങി നിരവധി പ്രകടനങ്ങളുള്ള മറുത്തുകളിയിലെ ഇഷ്ടദേവതാ വന്ദനം എന്ന പ്രകടനത്തിലാണ് ഇന്നിവിടെ മറുത്തുകളി അവതരിപ്പിക്കുന്നത്. ഇഷ്ടദേവതാ വന്ദനം എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട ദേവതയെ വന്ദിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു ദേവതയെ സ്തുതിക്കുന്ന, കീർത്തിക്കുന്ന ഒരു ശ്ലോകം ചൊല്ലും. ആ ശ്ലോകം സംസ്കൃത ശ്ലോകമായിരിക്കും. ദേവിയെ സ്തുതിക്കുന്ന ആണോ? ഗണപതി. ഒരാൾ ഗണപതിയാണ് ചൊല്ലുന്നത്. ഭാസ്കരൻ പണിക്കർ ഗണപതിയാണ്. ശക്തി ഗണപതി. രണ്ടുപേരുടെ ഗണപതിയാണ് ഇഷ്ടദേവതയായിട്ട് എടുത്തിരിക്കുന്നത്. ദേവിയാവാം, ഗണപതിയാവാം, സരസ്വതിയാവാം, കൃഷ്ണനെയാവാം, ഇഷ്ടദേവൻ ഏതുമാവാം. പക്ഷെ കുമാരക്കാവുകളിലും കുറുമ്പക്കാവുകളിലുമൊക്കെ ഇഷ്ടദേവത ദേവിയായിരിക്കും. അങ്ങനെയാണ്. ഇപ്പം ഇവിടെ വേണ്ടിയിട്ട് ഒരു സംഘം ഉണ്ടാകണം. പക്ഷെ ഇവിടെ സംഘമില്ല. പല്ലവിയിൽ മാത്രം ഇവർ ശ്ലോകം ചൊല്ലും. ശ്ലോകം വളരെ മനോഹരമായിട്ട് ചൊല്ലും. സംസ്കൃത ശ്ലോകം എന്ന് പറഞ്ഞ സംസ്കൃത ഭാഷയുടെ ഒരു പ്രത്യേകത, ലോകത്തിൽ വെച്ച് ഏറ്റവും മധുരമായ ഭാഷ സംസ്കൃതമാണെന്നാണ്. ഭാഷയ്ക്ക് അങ്ങനെ ഒരു പര്യായം തന്നെയുണ്ട്. അതുകൊണ്ടാണ് അതിനെ ദേവഭാഷ എന്ന് വിളിക്കുന്നത്. ദേവന്മാർക്ക് പ്രിയപ്പെട്ട ഭാഷയാണ് സംസ്കൃതം. ദേവഭാഷ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഒരുപാട് അതിനെക്കുറിച്ച് പറയാനുണ്ട്. അതൊന്നും ഞാനിവിടെ ഈ സന്ദർഭം ഉപയോഗിക്കുന്നില്ല. സംസ്കൃതത്തിലാണ് ഒരു ശ്ലോകം ചൊല്ലുക. സംസ്കൃതത്തിൽ അതിനെ ആദ്യം പദച്ഛേദം ചെയ്യും. ഒരു ശ്ലോകത്തിൽ എത്ര പദങ്ങളുണ്ടോ അതിന് മൂർച്ചെടുക്കും. പദച്ഛേദം ചെയ്തതിന് ശേഷം ആ പദങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് അന്വയിക്കും. അന്വയിച്ചതിന് ശേഷം അതിൻ്റെ അന്വയാർത്ഥം പറയും. അന്വയാർത്ഥം പറഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു ഭാവാർത്ഥം പറയും. ഇത്രയുമാണ് അതിൻ്റെ അവതരണക്രമം. ഇത് കഴിഞ്ഞിട്ടാണ് മറുത്ത് ചോദിക്കുക. മറുത്ത് ചോദ്യം എതിരാളിയാണ് ചോദിക്കുക. അദ്ദേഹം ചൊല്ലിയ പദ്യത്തിൽ എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടെങ്കിൽ, ആ ചൊല്ലിയ പദ്യത്തിന് എന്തെങ്കിലും ശബ്ദ വൈഷമ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ, എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും വ്യാകരണ തെറ്റുകളുണ്ടെങ്കിൽ അതൊക്കെ ചൂണ്ടിക്കാട്ടാനാണ് എതിരാളി നിൽക്കുക. അപ്പോൾ ഈ വിഷയം മുഴുവൻ സംസ്കൃതമായിരിക്കും. കൂടുതൽ സംസ്കൃതത്തിൻ്റെ ഇന്ന് ജീവിക്കുന്ന ഒരു കളിയാണ് മറുത്തുകളി. അത് നമ്മൾ അറിയണം. സംസ്കൃതത്തിൻ്റെ ബാക്കി എല്ലാം ഇപ്പോൾ നഷ്ടപ്പെട്ടു. തളിയിൽ കോഴിക്കോട് തളിയിൽ അമ്പലത്തിൽ രേവതി പട്ടത്താൻ എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം പോയി. കടവല്ലൂർ അന്യോന്യം എന്ന് പറഞ്ഞൊരു പരിപാടി തൃശ്ശൂർ ജില്ലയിലുണ്ടായിരുന്നു. അതും ഇപ്പോഴും പോയി. കടവല്ലൂരിൽ ഇപ്പോൾ അന്യോന്യമില്ല. അങ്ങനെയുള്ള എല്ലാ സംസ്കൃതത്തിൻ്റെ വാങ്മയ രൂപങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ സംസ്കൃതത്തെ നിലനിർത്തുന്നത് നമ്മുടെ മറുത്തുകളിയാണെന്ന് നമ്മൾ ഓർക്കണം. ഇപ്പോഴും ഈ സംസ്കൃത ശ്ലോകത്തെ ഏറ്റവും ലളിതമായ നാട്ടുമലയാളത്തിൽ അവതരിപ്പിക്കുന്ന ഒരു രംഗകലയാണിത്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പുറത്ത് നിൽക്കുന്നത്, ഇടതുഭാഗത്ത് നിൽക്കുന്നത് ഭാസ്കരൻ പണിക്കരാണ്. അദ്ദേഹത്തിൻ്റെ വീട് തൃക്കരിപ്പൂരാണ്. തൃക്കരിപ്പൂർ കൊയങ്കരയാണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹം ഒരു റിട്ടയർഡ് അധ്യാപകനാണ്, മലയാള അധ്യാപകനാണ്. പുതുലൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്ന് അദ്ദേഹം സീനിയർ അധ്യാപകനായിട്ട് റിട്ടയർ ചെയ്ത് ഒരു 2 വർഷമായി. അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യന്മാരുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെ ഇപ്പോഴും മറുത്തുകളി അവതരിപ്പിച്ചു വരുന്നവരാണ്.
ഈ പൂരക്കളി രംഗത്ത് കിട്ടാവുന്ന ബഹുമതികൾ ഏതൊക്കെയാണോ അതൊക്കെ അവർ വാങ്ങിയിട്ടുണ്ട്. പണിക്കർ എന്നുള്ളതാണ് ആദ്യത്തെ ബഹുമതി, വീരശൃംഖലയാണ് രണ്ടാമത്തെ ബഹുമതി. കാവുകളിൽ നിന്ന് കിട്ടുന്ന ഈ 2 ബഹുമതികളും അവർ നേടിയിട്ടുണ്ട്. അക്കാദമികളിൽ നിന്ന് കിട്ടുന്ന ബഹുമതികൾ, ആ ബഹുമതികളും അവർ നേടിയിട്ടുണ്ട്. അത് ഫോക്ലോർ അക്കാദമിയുടെയും പൂരക്കളി അക്കാദമിയുടെയും ബഹുമതികൾ അവർ നേടിയിട്ടുണ്ട്. ഇതുപോലെ തെക്ക് ഭാഗത്ത് നിൽക്കുന്നത് പത്മനാഭ പണിക്കർ. അദ്ദേഹത്തിൻ്റെ വീട് പാണപ്പുഴയാണ്, കണ്ണൂർ ജില്ലയിലെ മാതമംഗലത്തിനടുത്തുള്ള പാണപ്പുഴയാണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹവും ഈ മർത്തുകളി രംഗത്ത് ഒരുപാട് കാലമായി. അദ്ദേഹം ഒരു ജ്യോത്സ്യർ കൂടിയാണ്. അദ്ദേഹം രാത്രയിൽ സ്വന്തമായിട്ട് ഒരു ജ്യോതിഷ സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ്. ഈ പറഞ്ഞതുപോലെ പൂരക്കളി രംഗത്ത് കിട്ടാവുന്ന പരമാവധി ബഹുമതികൾ നേടിയ ആളുകളാണ് ഈ 2 പേരും. ശിഷ്യന്മാർ 2 പേർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ശിഷ്യന്മാരുടെ കരുത്തുള്ള ഗുരുനാഥന്മാരാണ് ഇവിടെ കളിക്കുന്നത് എന്നുള്ളത് കൊണ്ട് കണ്ടാൽ ചെറുപ്പമാണെങ്കിലും അവരുടെ ഉള്ള് വളരെ അറിവുള്ള ഒരു ഉള്ളമാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ആ കളി ആസ്വദിക്കാം. 2 പേരെയും ഈ വേദിയിൽ ഈ കളിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ ശ്രോതാക്കളെയും വളരെ സശ്രദ്ധ കേൾക്കണം. ചിലപ്പോൾ സംസ്കൃതം ആയതുകൊണ്ട് പെട്ടെന്ന് ബോധ്യപ്പെട്ടു എന്ന് വരില്ല. എന്നാലും നിങ്ങൾക്ക് ഈ വിഷയം ബോധ്യപ്പെടുത്താൻ ഞാനുണ്ട്. ഞാൻ തീർച്ചയായിട്ടും ഇവിടെ നടക്കുന്ന കളികളിൽ ആ കളികളുടെ വിഷയം, ആശയങ്ങൾ പരിപൂർണമായിട്ട് നിങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആദ്യം ആരാണ് ചൊല്ലുന്നത്? പാണപ്പുഴ പത്മനാഭ പണിക്കർ. ഈ പാണപ്പുഴ പത്മനാഭ പണിക്കരെ കുറിച്ച് പറയുമ്പോൾ ഞാൻ വിട്ടുപോയി. നിങ്ങൾ രാമായണ മാസം നടക്കുന്ന സമയത്ത് നമ്മുടെ ചാനലുകളിൽ സ്ഥിരമായിട്ട് രാമായണം വായിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ രാമായണ പാരായണത്തിന് ഒരുപാട് ആസ്വാദകർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട് എന്നുകൂടി നമ്മൾ ഓർക്കുക. ശ്രീ പാണപ്പുഴ പത്മനാഭ പണിക്കർ ഗണപതിയെക്കുറിച്ചുള്ള ഒരു മംഗളപദ്യം അവതരിപ്പിച്ചുകൊണ്ട് നർത്തകളി തുടങ്ങുന്നു. കത്തിജ്വലിക്കുമൊരു പന്തചതുഷ്ടയത്തിൻ മധ്യേ വിളങ്ങുമൊരു ഭീകരമായ രൂപം. നത്വാ കഠോരതര ജ്യേഷ്ഠകലാചരിക്കും രുദ്രാക്ഷിയെ പുതിയ ഭൈരവിയെ തൊഴുന്നേ. താരേശതുല്യമുഖി പാരാതെയെന്നു തവ ചാരുത്വമാർന്നു വിലസും. താരത്വരാചരണരേണുപ്രദാസ്മരണമാരാകിലും വിരവളേ. ദാരിദ്ര്യമാകുമൊരു കൂപത്തിൽ വീണുകര കാണാതെ നിൽക്കുമളവിൽ പാരം തുണക്കുമതു ചാരത്തണിഞ്ഞധിക മോദത്തോടും വിരവൊടേ. ഇപ്പൊ ചൊല്ലിയ 2 പദ്യങ്ങളും ഈ അമ്മയെക്കുറിച്ചാണ്, കൂറുമ്പ അമ്മയെക്കുറിച്ചാണ്. കാരണം കൂറുമ്പ അമ്മയുടെ ഈ തിരുമുറ്റത്ത് നിന്ന് മറുത്തകളി കളിക്കുമ്പോൾ നേരിട്ട് ഗണപതിയിലേക്ക് കടക്കണ്ട എന്ന് അവർ വളരെ വളരെ ബുദ്ധിപൂർവ്വം ആലോചിച്ചിട്ട് ആ അമ്മയെ മലയാള പദ്യത്തിലൂടെ സ്തുതിച്ചുകൊണ്ടാണ് അവർ തുടങ്ങിയത്. ഋഷിവരനികരാണാം മനസ്സാരസാനാം മിത്രസൂത്രാമവന്ദ്യസുരഭിരിവ ഭജത്തുംഗദാനപ്രലോലഃ. ഈശാനീ സ്വർണകുംഭസ്ഥനഗളിതപയഃശാസ്ത്രപാനപ്രവീണഃ പ്രദ്യൂഹധ്വാന്തമിത്രോ നിശമിവ മഗധാപുത്രനാഥോ ഗണേശഃ.
പായാത ആനന്ദഭാജാം ഋഷിവരനികരാണാം മനസ്സാരസാനാം മിത്രഃ സുത്രാമവന്ദ്യഃ സുരഭി ഇവ ഭജത്തുംഗദാനപ്രലോലഃ ഈശാനീ സ്വർണകുംഭസ്തനഗലിതപയശാസ്ത്രപാലപ്രവീണഃ പ്രത്യൂഹധ്വാന്തമിത്രഃ അനിശം ഇമം അഗജാപുത്രനാഥ ഗണേശഃ ആനാജാം ഋഷിവരനികരാണാം മനസ്സാരസാനാം മിത്രഃ സുത്രാമവന്ദ്യഃ സുരഭി ഇവ ഭജത്തുംഗദാനപ്രലോലഃ ഈശാനീ സ്വർണകുംഭസ്തനഗലിതപയശാസ്ത്രപാലപ്രവീണഃ പ്രത്യൂഹധ്വന്തമിത്രഃ അഗജാപുത്രനാഥ ഗണേശ ഇമം മനിശം പായാത് ആത്മാക്കളായിരിക്കുന്ന ഋഷിവരനികരങ്ങളുടെ മനസ്സാരസങ്ങൾക്ക് മിത്രനായി സുത്രാമവന്ദ്യനായി സുരഭി എന്ന പോലെ ഭജത്തുംഗദാനപ്രലോലനായി ഈശാനീ സ്വർണകുംഭസ്തനഗലിതപയശാസ്ത്രപാലപ്രവീണനായി പ്രത്യൂഹധ്വന്തമിത്രനായി അഗജാപുത്രനാഥനായിരിക്കുന്ന ഗണേശൻ ഇവനെ എല്ലായ്പ്പോഴും പാലിക്കണമേ. ആനന്ദവാക്കുകൾ ആനന്ദത്തെ ഭജിക്കുന്നവരെ ആനന്ദം പരമാനന്ദം ഭജിക്കാശ്രയിക്കുക. ഋഷിവരനികരങ്ങൾ ഋഷിവരന്മാരുടെ നികരങ്ങൾ, ഋഷിവരന്മാര് മുനിശ്രേഷ്ഠന്മാര് നികരങ്ങൾ, സമൂഹങ്ങൾ, മനസ്സാരസങ്ങൾ, ചിത്താബ്ജങ്ങൾ, മിത്രൻ സൂര്യൻ, സുത്രാമവന്ദ്യൻ സുത്രാമാവിനാൽ വന്ദിക്കപ്പെടുവാൻ യോഗ്യൻ, സുത്രാമാവ് ദേവേന്ദ്രൻ വന്ദിക്കാ നമസ്കരിക്കുക. സുരഭീകാമധേനോ ഭജത്തുംഗദാനപ്രലോലൻ, ഭജത്തുകൾക്ക് തുങ്കങ്ങളായിരിക്കുന്ന ദാനങ്ങളിൽ പ്രലോലൻ, ഭജത്തുകൾ ഭജിക്കുന്നവര് തുങ്കങ്ങൾ ഉന്നതങ്ങൾ ദാനങ്ങൾ, ഭൂഹിരണ്യാദിദാനങ്ങൾ പ്രലോലൻ സന്തുഷ്ടൻ. ഈശാനീ സ്വർണകുംഭസ്തനഗലിതപയശാസ്ത്രപാലപ്രവീണൻ, ഈശാനിയുടെ സ്വർണകുംഭങ്ങൾ പോലെ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഗളിതങ്ങളായിരിക്കുന്ന പയസ്സുകളാകുന്ന ശാസ്ത്രങ്ങളുടെ വാനത്തിങ്കൽ പ്രവീണനായിട്ടുള്ളവൻ ഈശാനീ ശ്രീപാർവതി. സ്വർണകുംഭങ്ങൾ, സ്വർണകലശങ്ങൾ, സ്തനങ്ങൾ, കുജങ്ങൾ, ഗളിതങ്ങൾ ഒഴുകുന്നവ, പയസ്സുകൾ, ക്ഷീരങ്ങൾ, പാനം കുടിക്കൾ, ശാസ്ത്രങ്ങൾ, ആഗമങ്ങൾ, പ്രവീണൻ സമർത്ഥൻ. പ്രത്യൂഹധ്വാന്തമിത്രൻ, പ്രത്യൂഹമാകുന്ന ധ്വാന്തത്തിന് മിത്രനായിട്ടുള്ളവൻ, പ്രത്യൂഹം അന്തരായം ധ്വാന്തം തപസ് മിത്രൻ സൂര്യൻ. അഗജാപുത്രനാഥൻ, അഗതിയുടെ പുത്രന്മാരിൽ വെച്ച് നാഥൻ അഗജാ ശ്രീപാർവതി പുത്രന്മാര് സുതന്മാര് നാഥൻ അധിപൻ ഗണേശൻ ഗണപതി. ഇവൻ ഈ പുരുഷൻ പാലിക്കാ രക്ഷിക്കുക.
ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ തിരുസന്നിധിയിൽ നിൽക്കുന്നത് എന്ന് എൻ്റെ ഓർമ്മ ശരിയാണോന്ന് അറിയില്ല. വളരെ കാലങ്ങൾക്ക് മുമ്പ് ഭയങ്കര ശ്രീ കുമാര ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീ ദാമോദരൻ പണിക്കരുടെ ഒരു മറത്ത് കളി ഇവിടെ അവതരിപ്പിച്ചെന്ന് തോന്നുന്നു. അന്ന് ആ ക്ഷേത്രത്തിലെ ഒരു ചെറിയ ട്രൗസറിട്ട് ഞാനും ഇവിടെ പൂരക്കളി കളിക്കാൻ വന്ന ഒരു കുട്ടിയായിരുന്നു. ഏതായാലും കേരള പൂരക്കളി കലാ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെ ഒരു അവസരം അമ്മയുടെ തിരുസന്നിധിയിൽ 2 ശ്ലോകം ചെല്ലാനുള്ള ഭാഗ്യം കൈവന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഏതായാലും നമുക്ക് നമ്മുടെ വാർത്തകളെ ആരംഭിക്കും. ഇവിടെ നിങ്ങൾ ചൊല്ലിയ പദ്യം ഗണപതിയെ സ്തുതിച്ചുകൊണ്ടുള്ള പദ്യമാണെന്ന് പറഞ്ഞു. അതെ, ഇത് ആധികാരികമായ ഒരു ഗ്രന്ഥത്തിൽ പറയപ്പെട്ട ഒരു പദ്യമാണെന്ന് ഞാൻ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയല്ലല്ലോ? ആധികാരികമായിട്ട് ആചാര്യൻ പറയുന്നതിനപ്പുറം സാഹിത്യ ആസ്വാദനം സംഭവിക്കുന്ന ഒരു കൃതി തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആണോ? ആ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചൊല്ലിയ പദ്യം ഏത് കൃതിയിൽ നിന്നെടുത്തിട്ടുള്ളതാണ്? അതെ, നമ്മുടെ ആചാര്യ അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞെന്താ, ആധികാരികമായിട്ട് പരിജ്ഞാനമുള്ള ആചാര്യന്മാർ എഴുതിയ പദ്യമല്ല ഇത്. താങ്കൾ ആദ്യം പറഞ്ഞല്ലേ? അപ്പൊ ഈ പദ്യത്തിന് എന്തൊക്കെയോ ചില പോരായ്മകൾ ഉണ്ട് എന്ന് താങ്കളുടെ വാക്കിൽ സ്പഷ്ടമാകുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത്തരം ആചാര്യന്മാരെക്കാൾ ഏറെ അത്രമാത്രം അതിനേക്കാളേറെ സൗന്ദര്യമുള്ള ഒരു പദ്യമായിട്ടാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത്. എന്റെ ചോദ്യം അതല്ല. സാധാരണയായി നമ്മള് ക്ഷേത്രങ്ങളിലൊക്കെ മംഗള ശ്ലോകങ്ങൾ ചൊല്ലുമ്പോൾ ഒന്നുകിൽ ശങ്കരാചാര്യയുടെ പദ്യം, ആചാര്യസ്വാമിയുടെ പദ്യം ചൊല്ലാറുണ്ട്, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പുഴ നാരായണത്തിന് ശ്ലോകം ചൊല്ലാറുണ്ട്, വിംശതിയിലെ ശ്ലോകം ചൊല്ലാറുണ്ട്. അങ്ങനെയുള്ള ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ട ശ്ലോകമാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അത് ഒരിക്കലും ശരിയാണ്. താങ്കൾ അങ്ങനെ ഒരു വീക്ഷണം ശരിയല്ല. കാരണം പഴയ കാലത്ത് മറത്തുകളി രംഗത്ത് മിക്കവാറും പദ്യങ്ങൾ ചൊല്ലുന്ന ആരതാണ്? ആ ഗുരു പരമ്പരയിൽ നിന്നുള്ള പദ്യങ്ങളാണ്. ആ പദ്യത്തിന്റെ എല്ലാ സവിശേഷതയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പദ്യമാണ് ഇത്. ആയിക്കോട്ടെ, ഞാൻ നിങ്ങളിപ്പോ യഥാർത്ഥത്തിൽ ആധികാരികമായ ഗ്രന്ഥങ്ങളിലുള്ള പദ്യമല്ല, ഗുരു പരമ്പരയാൽ ഉണ്ടാക്കപ്പെട്ട ഒരു പദ്യമാണ് താങ്കൾ. അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. എന്റെ ചോദ്യത്തിന് ഉത്തരം അതല്ല. താങ്കളെ താഴ്ത്തിക്കെട്ടുന്നത് പോലെയാണ് ആ വാക്ക്. കാരണം ഓരോ ശ്വാസത്തിനും ഓരോരോ ധ്വനി ഉണ്ടല്ലോ. അതാണ് അതിന്റെ മറുപടിയായി ഞാൻ തന്നത്. അല്ല, അവിടെ പ്രശ്നം തീർന്നു. ഏതായാലും വളരെ മനോഹരമായ ഒരു പദ്യമാണ് ഇപ്പൊ നിങ്ങൾ ചൊല്ലിയത്. ഏതായാലും നിങ്ങൾ ആ ചൊല്ലിയ പദ്യത്തിന്റെ ആശയം ഇവിടെ നമ്മൾ സഹോദരന്മാർ കൂടിയിട്ടുണ്ട്. എങ്കിലും എനിക്കും കുറച്ചുകൂടി അറിയണം. നമ്മളെ ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ നിങ്ങളുടെ പദ്യത്തിലെ ആശയം വെച്ചുകൊണ്ടായിരിക്കണം ചോദിക്കേണ്ടത്. തീർച്ചയായിട്ടും ആ പദ്യത്തിന്റെ ലളിതമായ ഒരു സ്ഥാനം എന്ന് പറഞ്ഞാൽ നന്നായി. നമുക്കറിയാം, സർവേ വിഘ്നാശമന്യാന്തി ഗണേശസ്തവ പാടവ അല്ലെ. നമ്മുടെ ഏത് സൽക്കർമ്മത്തിനും ആദ്യം ഗണപതി ഭഗവാനെയാണ് നമ്മൾ അല്ലെ സമീപിക്കുക. ഭഗവാനെ ഒരു തടസ്സവും കൂടാതെ ഈ കാര്യങ്ങൾ ഭംഗിയായിട്ട് പര്യവസാനിപ്പിക്കണമേ. അതുപോലെ തന്നെയാണ് ഞാൻ ഇവിടെ ഗണപതി ശ്ലോകം ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഗണപതി ഭഗവാന്റെ സവിശേഷതകൾ ഏറെക്കൂടെ പ്രസ്താവിക്കുന്ന ഒരു പദ്യമാകണം. എന്നാലാണ് അത് സ്തോത്രം എന്ന് പറയുക. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ ഇവിടെ ഗണപതി ഭഗവാനെ ആദ്യം തന്നെ പറയുന്നത് എങ്ങനെയാണ്? മഹർഷിമാരുടെ മനസ്സ് ബുദ്ധി വികസിക്കണമെങ്കിൽ ഈ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം സാന്നിധ്യം അനിവാര്യമാണ്. അതേതുപോലെ സൂര്യഭഗവാന്റെ കടാക്ഷം കൊണ്ട് എങ്ങനെയാണോ താമര വിടരുന്നത്, സൂര്യഭഗവാന്റെ കടാക്ഷം കൊണ്ട് എങ്ങനെയാണോ താമര വിടരുന്നത്, അതുപോലെ മഹർഷിമാരുടെ മനസ്സ് വികസിക്കുന്നത് ഈ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. അല്ല, രണ്ടാമത് പറയുന്നത് സുത്രാമാവിനാൽ വന്ദിക്കുക. നമുക്കറിയാം, ദേവാദിദേവൻ എന്ന് പറയുമ്പോൾ ദേവേന്ദ്രനാണ്. എല്ലാ ദേവന്മാരുടെയും അല്ലെ അധിപൻ എന്ന് പറയുന്നത് ദേവേന്ദ്രനാണ്. ആ ദേവാദിദേവനായ ദേവേന്ദ്രൻ ഗണപതി ഭഗവാന് കൊടുക്കുക. എന്ന പോലെ കാമധേനു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം അല്ലെ. ഭക്തന്റെ ഹിതം ഇഷ്ടം എന്താണ് അത് നടപ്പിൽ ആക്കി കൊടുക്കുന്ന ആളാണ് സുരഭി, കാമധേനു. അതുപോലെ ഇവിടെ ഈ ഗണപതി ഭഗവാൻ
ഈ ഭഗവാനെ ഭജിക്കുന്ന മനസ്സിൽ കാണുമ്പോൾ തന്നെ ഇന്നതാണ് ഇദ്ദേഹത്തിന്റെ ആവശ്യമെന്ന് അറിഞ്ഞുകൊണ്ട് ആ ഭക്തന് എല്ലാ ദാനങ്ങളും എന്താണോ അവർ ആഗ്രഹിക്കുന്നത് അതിനപ്പുറം കൊടുക്കുന്ന ഭഗവാനാണ് ഗണപതി ഭഗവാൻ എന്ന് പറയുന്നത്. അതുപോലെ ഈശാനി സ്വർണകുംഭസ്തനകളിതമയശാസ്ത്രപാല പ്രവീണ, തൻ്റെ അമ്മയായ പാർവതിയുടെ മുലപ്പാല് കുടിക്കുന്നതിൽ പോലും അദ്ദേഹം സാമർഥ്യം കാണിക്കുകയാണ് അല്ലേ. അദ്ദേഹം പറയുന്നത് എന്താണ്? ഈ മുലപ്പാല് കുടിക്കുന്നതിൽ സമർത്ഥനാണ് ഗണപതി. സാമർഥ്യത്തോട് കൂടിയിട്ടാണ് കുടിക്കുന്നത്. എന്താണ് സാമർഥ്യം കാണിക്കാൻ കാരണം? ചർച്ച വരണം അല്ലേ. ചർച്ചയിലൂടെ മാത്രമേ അത് വ്യക്തമാവൂ. മാത്രമല്ല, എങ്ങനെയാണോ ഇരുട്ടിനെ സൂര്യഭഗവാൻ ഇല്ലായ്മ ചെയ്യുന്നത്, അതുപോലെ എല്ലാ വിഘ്നങ്ങളെയും ഇല്ലായ്മ ചെയ്തു കൊടുക്കുന്നു ഗണപതി ഭഗവാൻ. അങ്ങനെയുള്ള ആ പാർവതീദേവിയുടെ സൽപുത്രനായ ഗണേശൻ ഗണപതി എന്നെ രക്ഷിക്കണമേ എന്നാണ് അതിൻ്റെ ചെറിയ രത്നചുരുക്കം. ഇതാണ് പദ്യത്തിന്റെ ആശയം. അതെ, അങ്ങയുടെ ആ പദ്യത്തിലെ മൂന്നാമത്തെ ഒരു വരിയുണ്ട്. എന്താണ്? ഈശാനി സ്വർണകുംഭസ്തനകളിതവയശാസ്ത്രപാല പ്രവീണൻ. അതായത് പാർവതീദേവിയുടെ അതെ, സ്വർണ്ണകുംഭങ്ങൾ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും സ്വർണകുംഭങ്ങൾ പോലെ ഇരിക്കുന്ന ആ സ്ഥലങ്ങളിൽ നിന്നും ഒഴുകുന്ന പാല്, പാലാകുന്ന ശാസ്ത്രം അല്ലേ. അതെ, പാലാകുന്ന ശാസ്ത്രം കുടിക്കുന്നതിൽ സമർത്ഥനാണ്. അവിടെയാണ്. അവിടെ എനിക്കൊരു സംശയം. നമ്മൾ സാധാരണ ഒരു വിശേഷണം ഏത് കവിതാഭാഗവും ചേർക്കുമ്പോൾ വിശേഷണം അർത്ഥവത്താകണം അല്ലേ. വിശേഷണം എപ്പോഴും അർത്ഥവത്താകണം. ഇവിടെ നിങ്ങൾ പറയുന്നത് യഥാർത്ഥത്തിൽ പാർവതീദേവിയുടെ ഗണത്തിൽ നിന്നും, അതായത് ഈ സ്ഥലങ്ങളിൽ നിന്നും പാല് ഒഴുകിക്കൊണ്ടിരിക്കുന്ന പാല് കുടിക്കാൻ സാമർത്ഥ്യത്തിന്റെ ആവശ്യമുണ്ട്. സാധാരണ നമ്മുടെ നാട്ടില് നമ്മളൊക്കെ അമ്മമാരൊക്കെ കുടിക്കും. കുട്ടികൾക്കൊക്കെ മുലവെടുക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ചില അമ്മമാർക്ക് നല്ലവണ്ണം മുലപ്പാലുണ്ടാവാം, ചിലവർക്ക് മുലപ്പാലുണ്ടാവില്ല. ഞാൻ പറയട്ടെ, അമ്മിഞ്ഞ പിടിച്ച് കഴിക്കുന്നത് അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പാല് ഒഴുകിക്കൊണ്ടിരിക്കുന്ന അപ്പൊ ആ വിശേഷണം അർത്ഥവത്തല്ല എന്നാണ് എന്റെ അഭിപ്രായം. അഭിപ്രായമാണ്. അതിന് നിങ്ങളുടെ അഭിപ്രായം എന്താ? അതിന്റെ അർത്ഥം കൃത്യമായി താങ്കൾക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ടാണ്. എന്തേ? കാരണം ആ പയസ്സുകൾ എന്ന് പറയുന്നത് ശാസ്ത്രമാണ്. ആയിക്കോട്ടെ അല്ലേ. അതെ, ശാസ്ത്രമാണ്. ആ ശാസ്ത്രമാണ് ഇവിടെ ഇത് ഒഴിവാക്കേണ്ടതല്ല എന്നുള്ള ബോധ്യത്തോടെ കുടിക്കുക. ആ ശാസ്ത്രം ഗണിതമാണ്. അത് പയസായാലും ശാസ്ത്രമായാലും ഗണിതമാണ്, ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഗണപതി ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രത്തിന്റെ ശാസ്ത്രം വേറെ ആള് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പറഞ്ഞ ഇത്രയും ഒരു നല്ല ഒരു അധ്യാപക നിരീക്ഷണത്തോടു കൂടിയാണ് ഇത്തരം പദങ്ങളെ സമീപിക്കാൻ. കാരണം ഇത് ഗണപതി ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്? ഞാൻ പറഞ്ഞത് പോലെ നിങ്ങള് അതാക്കി മനസ്സിലാക്കും. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്? നമുക്ക് വേണ്ടിയിട്ടല്ലേ പറയുന്നത്. നമ്മൾ സാധാരണ ഇപ്പൊ അമ്മമാരെ മുലപ്പാല് കുടിക്കാറില്ല. ഞാൻ വെങ്ങര കൃഷ്ണമണിക്കശൻ ഓർക്കുകയാണ്. അദ്ദേഹം പറയും, ചെറുപ്പത്തിൽ കുട്ടികൾക്ക് പോയി കുപ്പിപ്പാല് കൊടുത്താല് മുതിർന്നാല്, അതായത് വളർന്നു കഴിഞ്ഞാൽ കുപ്പി തേടി പോകും അല്ലേ. വെങ്ങര കൃഷ്ണമണിക്കശന്റെ എപ്പോഴും ഒരു ഭാഷണം ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. അതുപോലെ ഇവിടെ ഈ പയസ്സാകുന്ന ശാസ്ത്രങ്ങൾ യഥാർത്ഥത്തിൽ അമ്മയുടെ മുലപ്പാല് എന്ന് പറയുന്നത് ആർക്കാണ്? ഈ കുട്ടിക്ക് അത് ശാസ്ത്രമാണ് എന്ന ബോധ്യം എന്തുമാണ്? ഇത് സഹൃദയന്മാരായ ജനങ്ങൾ നമുക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അമ്മമാർ ഒരിക്കലും കുട്ടികൾക്ക് മുലപ്പാല് കൊടുക്കാതിരിക്കരുത് എന്ന വലിയൊരു സന്ദേശം അതിലൂടെ നമുക്ക് കാണിച്ചിരിക്കുകയാണ്. ആ മനോഹരമായ അർത്ഥത്തെ നിങ്ങൾ കാണാതെ അതിലൊന്നും വളരെ പരിമിതമായ ഒരു രീതിയിൽ കാണുന്നത് വളരെ മോശമാണ്. അതിലൊന്നും എനിക്ക് വിപ്രതിപത്തി ഇല്ല. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പദ്യത്തിൽ കൊടുത്തിരിക്കുന്ന ആ പദത്തിന്റെ, അതായത് ഒരു വിശേഷണത്തിന് പ്രസക്തി അവിടെ ഇല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പാല്, അമ്മയുടെ പാല് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒഴുകാൻ തീരെ മുലപ്പാലില്ലാത്ത ആ ഒരു അവസരത്തിലാണ് കടിച്ചു പിടിച്ച് വലിച്ച് പാല് കിട്ടുന്നത്. പ്രയോഗത്തിലൂടെയാണ് ഈ ഒരു വസ്തുത വെളിവാക്കുന്നത്. മനസ്സിലാക്കുക, വയസ്സാകുന്ന ശാസ്ത്രങ്ങൾ
എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആലങ്കാരികമായ പ്രയോഗമാണ്. അതെ, തീർച്ചയായിട്ടും അല്ലേ? അവിടെ എന്താ വയസ്സാകുന്ന ശാസ്ത്രങ്ങൾ എന്താ അലങ്കാരമാണ് അവിടെ? അവിടെ നോക്കണം, എന്താണ് അലങ്കാരം നോക്കണം. എന്ത് അലങ്കാരം പറഞ്ഞാൽ എന്താണ് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്? അതെ, എന്നാ പിന്നെ അങ്ങനെ പറയൂ, ഏതാണ് അലങ്കാരം എന്നാ ചോദിക്കേണ്ടത്. അതിന്റെ ആശയപരമായ തലത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കണം. അല്ലേ, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ആ അഭിപ്രായം ശരിയല്ല എന്നാ എന്റെ പക്ഷം. മാത്രമല്ല, ഈ വയസ്സാകുന്ന ശാസ്ത്രങ്ങൾ കുടിക്കാൻ കഴിയില്ലല്ലോ. ഇല്ല, ശാസ്ത്രങ്ങൾ നമുക്ക് കുടിക്കാൻ കഴിയില്ല. അപ്പൊ ഈ ശാസ്ത്രത്തെ എന്താക്കിയിട്ട് മാറ്റണം? പയസ്സാക്കിയിട്ട് മാറ്റണം, അല്ലെ? ശാസ്ത്രമാകുന്ന പയസ്. അപ്പൊ സ്വാഭാവികമായിട്ട് ചില പ്രയോഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അമരീകൃതം ദൂരീകരോതു ദുരിതം ഗൗരീ ചരണപങ്കജം. മനോഹരമായ ഒരു കവിതയാണ്. അമരീഭാരഭ്രവരീ മുഖരീകൃതമായ ആ ഗൗരീ ചരണപങ്കജം നിങ്ങളുടെ ദുരിതത്തെ ഇല്ലാതാക്കട്ടെ. അപ്പൊ ഗൗരീ ചരണപങ്കജം, പങ്കജത്തിന് ദൂരീകരണ ക്രിയയില് കർത്തൃത്വം കിട്ടുന്നത് എങ്ങനെയാണ്? പങ്കജത്തിന് ദൂരീകരിക്കാൻ പറ്റൂ? ഇല്ല, ചരണത്തിന് മാത്രമേ ആവൂ. അതെ. അപ്പൊ ദേവിയുടെ പാദങ്ങൾക്ക് മാത്രമേ ഭക്തന്റെ ദുരിതത്തെ ദൂരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അവിടെ കവി പറയുന്നത് ആ ചരണം എന്താണ്? പങ്കജമാകുന്ന ആ പങ്കജത്തെ ചരണമാക്കിയിട്ട് പരിണമിക്കണം. ചരണമായി പരിണാമാലങ്കാരമാണ്. ആ മനോഹരമായ പരിണാമാലങ്കാരത്തിലൂടെയാണ് ഇവിടെയും പറയുന്നത്. തീർച്ചയായിട്ടും ഇവിടെ പാനം കുടിക്കുക എന്ന ക്രിയയിൽ ഈ ശാസ്ത്രത്തിന് കർത്തൃത്വം കിട്ടുന്നത് എങ്ങനെയാണ്? പയസ്സിന് മാത്രമേ കിട്ടുള്ളൂ, അല്ലെ? പാനം ചെയ്യുക എന്നുള്ളത് ഏതിനാണ്? പയസ്സിനാണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ വിഷയം, അല്ലെ? അതാ ഞാൻ പറയുന്നത്. അതിമനോഹരമായ ഒരു ആലങ്കാരിക പ്രയോഗത്തിലൂടെ ലോകത്തിന് വേണ്ടിയിട്ട്, അതായത് ലോകത്തിന് വേണ്ടി കാണുകയും ലോകത്തിന് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ കവി എന്ന് മനസ്സിലായി. അത് ഈ ലോകത്തിന് വേണ്ടിയിട്ടത് പറയും, നമുക്ക് വേണ്ടിയിട്ടാണ്. അല്ല, ഇപ്പോ നിങ്ങൾ പറഞ്ഞ കാര്യം മനസ്സിലായി. അവിടെ ഞാൻ ഉന്നയിച്ച ചോദ്യത്തിന്റെ ഉത്തരം പിന്നെ അതിന് അധ്യക്ഷ പറയും. അതുപോലെ തന്നെ നിങ്ങളിപ്പം അലങ്കാരം, പരിണാമാലങ്കാരം, അത് ഞാൻ സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ പയശാസ്ത്രം എന്ന് പറയുന്നത് അവിടെ എന്താണ് സമാസം? എന്ത് സമാസമാണ് അവിടെ? മയൂരവംശകമാണ്. ആയിക്കോട്ടെ, ആ ചർച്ച എവിടെയാണ്? ഏതായാലും ആ ഒരു വിഷയത്തെ പിന്നെ ചർച്ച സ്പീഡായി പോകുന്നുണ്ട്. കാരണം നിങ്ങൾ വല്ലാതെ ഇങ്ങനെ പ്രതിരോധിക്കുമ്പോ, അല്ലെ, നമ്മൾ ഉത്തരവ് അതുവരെ അതിന്റെ പ്രതിരോധിക്കാനായില്ല. കൂടുതൽ ആവേശം കാണിച്ചാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ശ്രോതാക്കൾക്ക് അത് മനസ്സിലാകാതെ പോകും എന്നുള്ളത് കൊണ്ട് കുറച്ചും കൂടി തിടുക്കം കാണിക്കാതെ പറയണം എന്നൊരു അഭ്യർത്ഥനയാണ്. ശ്രോതാക്കൾ ഇത് കേട്ടിരിക്കും. ഗണപതിയെക്കുറിച്ചുള്ള ഒരു പദ്യമാണ് ഇവിടെ പത്മനാഭൻ പണിക്കർ ആലപിച്ചത്. ആ പദ്യത്തിൽ ഗണപതിക്ക് ഒരുപാട് വിശേഷണം കൊടുത്ത കൂട്ടത്തിൽ ഒരു സ്വർണ്ണകുംഭം എന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കുടമാണ്. സ്വർണ്ണക്കുടം പോലെയുള്ള സ്ഥലങ്ങളാണ് പാർവതിക്കുള്ളത്. ആ പാർവതിയുടെ സ്ഥലങ്ങളിൽ നിന്ന് ഗളിതമാകുന്നു, ഒഴുകിക്കൊണ്ടിരിക്കുന്നു, ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുന്നു ഈ മുലപ്പാല്. ആ മുലപ്പാലാകുന്ന ശാസ്ത്രം അത് പാനം ചെയ്യുന്നതിൽ സമർത്ഥനാണ് ഗണപതി എന്നാണ് കവി അവിടെ പ്രയോഗിച്ച ഒരു പദം. ഇവിടെ ഭാസ്കരൻ പണിക്കർ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപത്തിനൊരു പ്രസക്തിയുണ്ട്, ഇല്ലേ? ചോദ്യം ഇതാണ്: ഒരമ്മയുടെ മുലപ്പാല് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അത് കുടിക്കാൻ ഒരു കുട്ടിക്ക് എന്തിനാ സാമർഥ്യമില്ലാത്ത കുട്ടിക്കും അമ്മയുടെ മുലപ്പാല് കുടിക്കുവാൻ സാധിക്കുമല്ലോ. അവിടെ സാമർഥ്യത്തിൻ്റെ, അപ്പോൾ പ്രവീണൻ എന്ന ഒരു പദം, ഒരു സാമർഥ്യമുള്ളവൻ എന്ന ഒരു പദപ്രയോഗം അവിടെ വേണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പം നമ്മൾ ഓർമ്മിക്കേണ്ടത് കവിയെ ഓവർടേക്ക് ചെയ്യാൻ നമുക്കാവില്ല. കവി എന്താണോ കണ്ടത് ആ കണ്ടതിനെ വെച്ച് സംസാരിക്കാനാണ് നമുക്ക് സാധ്യത. എന്തായാലും സഹൃദയനെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അമ്മയുടെ മുലപ്പാൽ എപ്പോഴാണ് ഒഴുകുക? അമ്മയുടെ മുലപ്പാൽ ഒഴുകുന്നത് വാത്സല്യനിധിയായ കുഞ്ഞരികിലുണ്ടാകുമ്പോൾ മാത്രമാണ്, അല്ലാതെ അമ്മയുടെ മുലപ്പാൽ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നതല്ല. അപ്പോൾ ഈ വാത്സല്യം, തൻ്റെ പൊന്നോമന കുട്ടിയാണ് ഗണേശൻ. ആ ഗണേശനെ മടിയിലിരിച്ചിരിക്കുകയാണ് ഈ അമ്മ. ആ മകൻ മടിയിലിരിക്കുമ്പോൾ
മടിയിലിരിക്കുമ്പോൾ മാത്രമാണ് ഈ അമ്മയുടെ മുലപ്പാലിൽ നിന്ന് ഈ മുല പാൽ ഒഴുകുന്നത്. എന്നിട്ട് പറയുന്നു, കവി പറയുന്നു, ഈ അമ്മയുടെ സ്തനം എന്ന് പറയുന്നത് അത് ശാസ്ത്രം തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ പയസ്സല്ല, പാലല്ല, സത്യത്തിൽ അത് ഈ ലോക സത്യമായ ശാസ്ത്രമാണ്. ആ ശാസ്ത്രമാണ് ഉറ്റുന്നത്. ഇവിടെ പയസ്സിനെ ശാസ്ത്രമായിട്ട് പരിണമിപ്പിച്ചു. ആ ശാസ്ത്രമാണ് ഉറ്റുന്നത്. ആ ശാസ്ത്രം എല്ലാവർക്കും പഠിക്കാൻ സാധിക്കണം എന്നില്ല. അപ്പോൾ ഇവിടെ പയശാസ്ത്രം എന്നുള്ള ഒരു രൂപക സമാസത്തിന്റെ വെളിച്ചത്തിലാണ് പ്രവീണൻ എന്ന പദം കൊടുത്തിരിക്കുക. ഇപ്പൊ ശ്രോതാക്കൾക്ക് കൂടി ഒന്നുകൂടി ഞാൻ പറയാണ്, അമ്മയുടെ മുലപ്പാൽ കുടിക്കാൻ ഒരു കുഞ്ഞിനും സാമർഥ്യം വേണ്ട. കാരണം അത് കുഞ്ഞിക്ക് കിട്ടുന്ന നൈസർഗികമായ ഒരു കഴിവാണ്. ആരും കുഞ്ഞിനെ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. കുഞ്ഞെ മുലപ്പാൽ കുടിക്കുന്ന ഒരു കുഞ്ഞിനോടും അമ്മ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം കുഞ്ഞിനറിയാം അത് നൈസർഗികമായി ജന്മനാ കിട്ടുന്ന ഒരു കഴിവാണ് അമ്മയുടെ മുലപ്പാൽ കുടിക്കാൻ. അത് പ്രവീണനായാലും പ്രവീണനല്ലെങ്കിലും കിട്ടും. പക്ഷെ ഇവിടെ കവി അങ്ങനെ ഒരു പ്രയോഗിക്കാൻ കാരണം ഇവിടെ ഒരു രൂപക സമാസത്തിൻ്റെ ഒരു പ്രസക്തി വെച്ചുകൊണ്ടാണ്. അമ്മയുടെ മുലയെന്ന് പറയുന്നത് ഈ പാർവതിയുടെ മുല, സാധാരണ ഒരു അമ്മയുടെ അല്ല. പാർവതിയുടെ ഈ സ്തനങ്ങൾ എന്ന് പറയുന്നത് അത് അറിവിൻ്റെ കേദാരമാണ്. ആ അറിവാണ് ഉറ്റി വീഴുന്നത്. ഈ അറിവ്, ശാസ്ത്രമാകുന്ന ഈ അറിവ് കുടിക്കണമെങ്കിൽ സാധാരണഗതിയിൽ എന്ത് വേണം? നമുക്ക് സാഹിത്യം ആർക്കും വായിക്കാം, ഒരു കവിത ആർക്കും ആസ്വദിക്കാം. പക്ഷെ ഒരു ശാസ്ത്രം, വേദാന്തം പഠിക്കാൻ പറഞ്ഞാലോ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ പുസ്തകം മടക്കി വെച്ച് പോകും. കാരണം വേദാന്തം ഒരു ഗഹനമായ ശാസ്ത്രമാണ്. ന്യായം ഒരു ഗഹനമായ ശാസ്ത്രമാണ്. വ്യാകരണം ഒരു ഗഹനമായ ശാസ്ത്രമാണ്. ശാസ്ത്രം പഠിക്കുക എളുപ്പമല്ല, സാഹിത്യം പഠിക്കുക എളുപ്പമാണ്. അപ്പോൾ ശാസ്ത്രം ആണ് ഈ സ്തന്യം, ഈ മുലപ്പാല് എന്ന് കവി അവിടെ രൂപണം ചെയ്തു, ആരോപിച്ചു. കവി അവിടെ ആരോപിച്ചു ഏതിനെ? ഈ മുലപ്പാലിനെ ശാസ്ത്രമായിട്ട് ആരോപിക്കുമ്പോൾ ശാസ്ത്രം പാനം ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ സാമർഥ്യമുള്ള ഒരാൾക്ക് സാധിക്കുള്ളൂ. ആ രൂപക സമാസത്തിന്റെ ബലത്തിലാണ് ഇവിടെ പ്രവീണൻ എന്നൊരു വാക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞു, മനോഹരമായ ഒരു പരിണാമ അലങ്കാരമാണ്. പരിണാമ അലങ്കാരം എങ്ങനെയാണ് വരിക എന്ന് ചോദിച്ചാൽ, ഇവിടെ പയശാസ്ത്രപാന പ്രവീണനാണ്. ശാസ്ത്രം കുടിക്കുക എന്ന് ആരും പറയില്ല. ശാസ്ത്രം കുടിക്കാൻ പറ്റുന്നൊരു സാധനമല്ല, ശാസ്ത്രം പഠിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. പക്ഷെ കവി പ്രയോഗിച്ചത് എന്താ? ശാസ്ത്രപാനം, ശാസ്ത്രം കുടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ പ്രയോഗത്തിൽ എന്തോ ഒരു പ്രശ്നമില്ലേ? അപ്പോഴാണ് ശാസ്ത്രം പയസ്സാകുന്ന ശാസ്ത്രം. അപ്പൊ ഈ ശാസ്ത്രം എന്തായിട്ട് പരിണമിക്കണം? അത് പാലായിട്ട് പരിണമിക്കണം. ശാസ്ത്രം പയസ്സായിട്ട് പരിണമിച്ചിട്ട് കുടിക്കുക എന്ന ക്രിയയിലേക്ക് പ്രസന്നമായ ദൃഗബ്ജം കൊണ്ട്, കണ്ണാകുന്ന താമര കൊണ്ട് നോക്കുന്നു. താമര കൊണ്ട് ആർക്കും നോക്കാൻ പറ്റൂല. അപ്പൊ ഈ താമര എന്തായിട്ട് മാറണം? താമര കണ്ണായിട്ട് പരിണമിക്കണം. താമര കണ്ണായിട്ട് ദൃഗബ്ജേന വീക്ഷതേ, അബ്ജം കൊണ്ട് ആർക്കും വീക്ഷിക്കുവാൻ പറ്റില്ല. പക്ഷെ ഈ അബ്ജം ദൃക്കായിട്ട് പരിണമിച്ചിട്ട് വിഷയാത്മനാ പരിണമതേ, അതായത് അവർണ്യം, ഉപമാനം ഉപമേയമായിട്ട് പരിണമിച്ചിട്ട് ക്രിയയോട് ചേരുന്നിടത്താണ് പരിണാമാലങ്കാരം. ഈ പരിണാമാലങ്കാരം മനസ്സിൽ കണ്ടുകൊണ്ടാണ് കവി ഇത്തരം ഒരു പ്രയോഗം ചെയ്തത്. അതുകൊണ്ട് പരിണാമാലങ്കാരത്തിന് വേണ്ടി കവി ഇങ്ങനെ പ്രയോഗിച്ചപ്പോൾ ആ ശാസ്ത്രപാന പ്രവീണൻ എന്ന പദപ്രയോഗത്തിന് സാങ്കത്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞു പ്രതിരോധം നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒരു കവിത ഏറെ സുന്ദരമാകണമെങ്കിൽ ആ കവിതയിൽ രസവും ധ്വനിയും അലങ്കാരവും അതുപോലെ ഗുണവും വളരെ നല്ല നിലയിൽ മേടിക്കുമ്പോഴാണ് കവിത സുന്ദരമാകുന്നത്. നമ്മൾ അലങ്കാരം എന്ന് പറയുന്നത് കാവ്യശോഭാകരൻ ധർമ്മൻ അലങ്കാരൻ പ്രചക്ഷതേ, കാവ്യത്തിന് ശോഭയുണ്ടാക്കുന്ന ധർമ്മങ്ങളാണ് അലങ്കാരം എന്ന് പറയാറുണ്ട്. അതേ കോണിൽ വെച്ച് ചിന്തിക്കുമ്പോൾ കാവ്യശോഭാകരൻ ധർമ്മൻ ഗുണാൻ പ്രചക്ഷതേ, കാവ്യശോഭയുണ്ടാക്കുന്ന ധർമ്മങ്ങളാണ് ഗുണം എന്നും വ്യത്യാസം ഈ ഗുണങ്ങൾ അലങ്കാരങ്ങൾ കൊണ്ട് പറയുന്നത്. ഞാൻ എന്റെ ചോദ്യത്തിലേക്ക് അടങ്ങിയാണ്.
എൻ്റെ ചോദ്യം കേട്ടിട്ടല്ലേ നിങ്ങൾ ഉത്തരം പറയേണ്ടത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ കാവ്യത്തിന് ശോഭയുണ്ടാക്കുന്ന ധർമ്മങ്ങളാണ് ഗുണങ്ങളെന്ന് വേറൊരു ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ചോദ്യത്തിലേക്ക് കിടക്കണം. നിങ്ങൾക്ക് മാത്രം ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് മാത്രം ആമുഖം പറഞ്ഞാൽ മതിയോ? അങ്ങനെയുണ്ടോ? ഞാൻ ചോദിക്കുമ്പോൾ പിന്നെ എൻ്റെ ചോദ്യത്തെ തടുക്കുന്നത് പിന്നെ പ്രക്രിയ ശരിയല്ലല്ലോ. ഈ പദ്യത്തിൽ ഒന്നോ രണ്ടോ മണിക്കൂറിലെ ഒരു പരിപാടിയായി. പദ്യത്തിൽ നിന്നുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് നല്ലത്. എന്റെ ചോദ്യം അല്ലെങ്കിൽ അത് വിട്ട് ഞാൻ സംസാരിക്കും. എന്റെ ചോദ്യം പദ്യത്തിൽ